അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഹരിയാന അംബാലയിൽ മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനമിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. 24-കാരിയായ നിഖിത ബജാജാണ് കൊല്ലപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച കാർ ഈ റിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. റിക്ഷയിൽ നിന്ന് വീണ നിഖിതയുടെ ശരീരത്തിൽ കൂടി വാഹനം കയറിയിറങ്ങി. നോബൽ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, ഹരിയാനയിലാണ് സംഭവം. നമ്മുടെ നാട്ടിലും കള്ളക്കെ അടിച്ചിട്ട് ചില ചേട്ടന്മാർ, ചില പോലീസുകാർ വണ്ടി ഓടിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒരു ഉദ്യോഗസ്ഥരെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതെന്താണ് സംഭവിച്ചത് ഹരിയാനയിൽ? അരുൺ, ക്രമസമാധാനം നോക്കേണ്ട പോലീസ് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു ഈറിക്ഷയിൽ ഇടിക്കുകയും പിന്നീട് ആ ഈറിക്ഷയിലുണ്ടായിരുന്നു 24-കാരി നിഖിത ബജാജ് എന്നാണ് ഇവരുടെ പേര്. ഇവർ നിലത്ത് വീഴുകയും അവരുടെ ദേഹത്തോടെ ഈ വാഹനം കയറിയിറങ്ങുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് 24-കാരിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ തരത്തിൽ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഈ ഈറിക്ഷക്കാരും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റ് നാട്ടുകാരും ഒക്കെ പറയുന്നത്. നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടിച്ച അവസാനം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പെൺകുട്ടി ഈറിക്ഷയുടെ പുറകിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം ഈ വാഹനം വന്ന് പുറകിൽ ഇടിക്കുന്നു. നല്ല വേഗത്തിൽ വന്നാണ് ഇടിച്ചത്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈറിക്ഷ മറിയുകയും ഈ കുട്ടി നിലത്ത് വീഴുകയും 24-കാരി നിലത്ത് വീഴുകയും ചെയ്ത് അതിനു പിന്നാലെ വാഹനം കയറിയിറങ്ങിയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഹരിയാന പോലീസ് പുറത്തേക്ക് വിടുന്നില്ല, അംബാല പോലീസ് പുറത്തേക്ക് വിടുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ യുവതി മരിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി ഇവരുടെ വീട്ടുകാർ അവിടെ എത്തുകയും ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനും വലിയ സംഘർഷാവസ്ഥ അടക്കം ഉണ്ടാവുകയും ചെയ്തു എന്നും അംബാലിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്. എന്നാലും ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ച് മദ്യപിച്ച് മദ്യലഹരിയിൽ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനം ഇടിച്ചാണ് ഒരു 24-കാരി ഒരു ജോലിക്ക് പോയി വഴങ്ങുന്ന വഴിയാണ് ആ യുവതി ഇടിച്ച് മരിച്ചതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ഇയാൾ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു എന്ന് ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇയാളുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പോലീസ് ഇത് വിശദമായി പരിശോധിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പേര് വിവരങ്ങളും ഈ ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങളും പുറത്തേക്ക് വിടാത്തത് വലിയ നിഗൂഢതയുണ്ട് എന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. വേലി തന്നെ വിളവ് തിന്നുക എന്ന് കേട്ടിട്ടുണ്ട്. പോലീസ് തന്നെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള കാര്യമാണ്. അത് ഹരിയാനയിൽ സംഭവിച്ചു. അത് അത്യന്തം ഖേദകരമാണ്. ഒരു യുവതിയുടെ മരണത്തിൽ ഇത് കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്.